യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും പരമപ്രധാനമായ 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം. എന്തിനാ ഞാനത് പറയുന്നത് ചോദിച്ചാൽ, വിശ്വാസി മക്കളായ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ചില ഘട്ടങ്ങളുണ്ട്. ചില ഘട്ടങ്ങൾ നന്നായിട്ട് നിൽക്കും, ചില ഘട്ടങ്ങളിൽ ക്ഷീണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ചില ഘട്ടങ്ങളിൽ ആത്മാവിൽ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മകൾ കൂടും. 3, 7, 21 മടി കൂടാതിരിക്കും. രാത്രി 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. ചില ഘട്ടങ്ങൾ വരും, ഏലിയാവിനെ പോലെ പറയും, കർത്താവേ ഇനി മതി, ഇനി വേണ്ട കർത്താവേ, ഇനി വേണ്ട, ഇനി ഒരടി മുന്നോട്ട് വെക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് കർത്താവേ സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഭാഗം പറയാം. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടില്ലേ? ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ നിൽക്കാതെ കർത്താവ് തന്നെ പറയുക, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. സ്തോത്രം. നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകത്തില്ലെന്നല്ല, നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, എന്നാൽ പ്രൈസ് ദി ലോർഡ് ഇടർച്ച വരുമ്പോ പ്രൈസ് ദി ലോർഡ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തൂങ്ങിയവനെ നിങ്ങൾ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 1:41 മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. സ്തോത്രം. മറിയയ്ക്ക് ഗബ്രിയേൽ ദൂതന്റെ അരുളപ്പാടുണ്ടായിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും, അതിന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് മറിയ നേരെ എഴുന്നേറ്റ് മലനാട്ടിലോട്ട് പോയി. മലനാട്ടിൽ ആരുണ്ട്? എലിസബത്ത് ഉണ്ട്. എലിസബത്തിന് എത്ര മാസമാണ്? 6-ാം മാസം. സ്തോത്രം. നിങ്ങൾ ഇന്ന് കൂടെ വരണം. എലിസബത്തിന് 6-ാം മാസത്തില് പ്രൈസ് ദി ലോർഡ് മറിയ വന്ന് എലിസബത്തിനെ കാണുമ്പോൾ വാർദ്ധക്യത്തിൽ നരബാധിച്ചിരിക്കുന്ന എലിസബത്ത് ഒരു കുഞ്ഞിനെ പ്രൈസ് ദി ലോർഡ് ഉദരത്തിൽ ചുമക്കുക. ആ കുഞ്ഞിന് 6-ാം മാസം പ്രായം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അമ്മയായ മറിയ പ്രൈസ് ദി ലോർഡ് വന്ദനസ്വരം കേട്ടപ്പോ, മറിയ വന്നിട്ട് എലിസബത്തിനോട് വന്ദനസ്വരം കേട്ടപ്പോ, ഞാൻ ആ ഭാഗം പറയുന്നതിന് മുമ്പേ സ്തോത്രം അതിന്റെ 39-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ എങ്ങനെ ബന്ധപ്പെട്ട്, ആരാധന അങ്ങനെ ആയിരിക്കണം, ബന്ധപ്പെട്ട് ചെന്ന് പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിലൊക്കെ തള്ളി ഉന്തിയും തല്ലി പഴിപ്പിച്ചും അയ്യോ ഇനിയും പ്രാർത്ഥിക്കണമല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ബന്ധു വീട്ടിൽ പോകണം, നമുക്ക് സന്തോഷം വരുമോ സങ്കടം വരുമോ? അമ്മേ, സന്തോഷം വരും. ഏറ്റവും നല്ല തുണി ഉടുക്കും, നന്നായിട്ട് ഒരുങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സമയമെടുത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നു, സന്തോഷം വരത്തില്ലേ? സന്തോഷം വരും. പള്ളി പോവാനോ, പ്രാർത്ഥിക്കാനോ, ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ടെ. ഒരു ഐസ്ക്രീം കുടിക്കാനാണെങ്കിലോ പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? പ്രാർത്ഥിക്കാനോ, പള്ളി വരാനോ, ആരാധിക്കാനോ. ഇതൊക്കെ അങ്ങ് റെക്കോർഡാണ് മേളില്. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അങ്ങ് കഴിഞ്ഞു, ഇതൊക്കെ അങ്ങ് പോയി. സ്തോത്രം. നിങ്ങൾ ഇവിടെ കിട്ടുന്നത് ഓരോന്നിനും പ്രൈസ് ദി ലോർഡ് ഇതിന്റെയൊക്കെ പുറകില് ചില അധ്വാനങ്ങളുണ്ട്. സ്തോത്രം. മറിയ ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതുകൊണ്ട് സങ്കീർണക്കാരനായ ദാവീദ് പറയുന്നത് 100-ാമത്തെ സങ്കീർത്തനം പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ പറയുന്നു, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. എനിക്ക് ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ എന്തുണ്ടാവണം? സന്തോഷം വേണം. ദൈവത്തിന്റെ സന്നിധി എനിക്കൊന്ന് ആരാധിക്കാം, എനിക്കൊന്ന് ആരാധിക്കണം, എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കണം, എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് കോരഹ് പുത്രന്മാര് 86 സങ്കീർത്തനം വീട്ടിൽ പോയിരുന്നു വായിച്ചത്, ഇപ്പൊ സമയമില്ല. 84 സങ്കീർത്തനത്തില് കോരഹ് പുത്രന്മാരെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾ കോരഹ് പുത്രന്മാരെ അപ്പൻ കോരഹിനെ കുറിച്ച് അറിയണം. ഈ കോരഹ് ആണ് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വിരോധമായി പറഞ്ഞത് കൊണ്ട്, ദൈവത്തിന് വിരോധമായി നിന്നത് കൊണ്ട്, ദൈവം തകർത്ത് കളഞ്ഞ കുടുംബത്തിലെ പിൻതലമുറക്കാരാ ഈ കോരഹ് പുത്രന്മാര്. അപ്പൻ ദൈവത്തിന് വിരോധമായി, അപ്പൻ ആരാധനയ്ക്ക് വിരോധമായി, അപ്പൻ കൂട്ടായ്മയ്ക്ക് വിരോധമായി നിന്നപ്പോ മക്കള് പറഞ്ഞു, ഞങ്ങളുടെ ജീവകാലം മുഴുവൻ ഞങ്ങൾ ദൈവത്തിന് പാടും. സ്തോത്രം. ദൈവം മാനിച്ചങ്ങ് അനുഗ്രഹിച്ചു. നിങ്ങൾ പറയും തലമുറകളായി പ്രശ്നങ്ങളാ, തലമുറകളായി അനുഗ്രഹമില്ലാത്തതാ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ യാക്കോബ് 12 മക്കളെ അനുഗ്രഹിച്ചു. ഇന്ന് സമയമില്ല, ഞാൻ പറഞ്ഞേനെ. യാക്കോബ് 12 മക്കളെ അനുഗ്രഹിച്ചു. അതിൽ യാക്കോബ് ശപിച്ച 2 മക്കളുണ്ട്. ആരെന്നറിയാമോ? ഒന്ന് ലേവിയ. ലേവി ഗോത്രത നോക്കിയിട്ട് യാക്കോബ് ശപിച്ചു കളഞ്ഞു. കാര്യം എന്നറിയാമോ? വീട്ടിൽ വേറൊരു വിഷയം ഉണ്ടായിട്ട് പ്രൈസ് ദി ലോർഡ് ഇവര് അതിനകത്ത് അനാവശ്യമായി ഇടപെട്ടത് കൊണ്ട് യാക്കോബ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ലേവി ഗോത്രത്തെ അങ്ങ് ശപിച്ചു.
പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇവന് ഭൂമി വീതം വെക്കുമ്പോഴും ഇവന് പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല. ഇവന് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോഴും ലേവിക്ക് വലിയ കാര്യമായിട്ടൊന്നും കൊടുക്കുകയില്ല. കാരണം അപ്പന്റെ ശാപം തലമേൽ കിടക്കുകയാണ്. എന്നാൽ മരുഭൂമിയിൽ വെച്ച് പ്രൈസ് ദി ലോർഡ് ജനമെല്ലാം ദൈവത്തിന് വിരോധമായി തിരിഞ്ഞപ്പോൾ ലേവി ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ദൈവത്തോടുകൂടെ നിൽക്കുക. തമ്പുരാൻ പറഞ്ഞു, അവരെ എനിക്ക് വേണ്ടി അങ്ങ് മാറ്റിയേനെ. പ്രൈസ് ദി ലോർഡ്. ലേവി ഗോത്രത്തിൽ നിന്നാ സ്തോത്രം ദൈവത്തിന്റെ പുരോഹിതന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച. വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ആരാധിച്ചത് ആരാ? സ്നാപകയോഹന്നാൻ. എത്രാമത്തെ മാസം? 6-ാം മാസം. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് അവൻ ഉള്ളത്തിൽ കിടന്നിട്ട് അവന് അടങ്ങി കിടക്കാൻ കഴിയുന്നില്ല. അവിടെ കിടന്ന് തുള്ളി എന്നാ പറയുന്നേ. ഈ തുള്ളുന്നത് വേറെ, അനങ്ങുന്നത് വേറെ. കുഞ്ഞുങ്ങൾ അനങ്ങാറുണ്ട് അല്ലേ? ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ അനങ്ങാറുണ്ട്. തുള്ളുന്നതെന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മാവ് വരുമ്പോ തുള്ളുന്ന കണ്ടിട്ടില്ലയോ? ആരാധിക്കുമ്പോ തുള്ളുന്ന കണ്ടിട്ടില്ലയോ? ഈ തുള്ളലാ. എന്തുവാ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മറിയ വന്നിട്ട് അമ്മമ്മേ സുഖമാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. അകത്ത് കിടന്ന കുഞ്ഞ് വന്ദന സ്വരം കേട്ടപ്പോൾ മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, വന്ന് നിൽക്കുന്നത് ആ ചുമക്കുന്ന ഉദരത്തിനകത്ത് എൻ്റെ കർത്താവ് ഇരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുമ്പോൾ അടങ്ങിയിരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് കോരഹപുത്രൻ പറയുന്നത്, യഹോവയുടെ ആലയത്തിൽ പാർക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിത്യം നിന്നെ സ്തുതിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. കുരുകിലൊരു മീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അതെവിടെയാ? ദൈവത്തിന്റെ യാഗപീഠങ്ങളെ തന്നെ. അവർക്ക് നിപ്പാൻ ദൈവത്തിന്റെ യാഗപീഠങ്ങളുണ്ട്. ദൈവത്തിന്റെ ആലയത്തിൽ എപ്പോഴും വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ എങ്ങനെ വരണം? സന്തോഷത്തോടെ വരണം. ഞാൻ യോഹന്നാനിലോട്ട് മടങ്ങി വരിക. ഒന്നാമത്തെ ഘട്ടം, യോഹന്നാന്റെ ആദ്യ ഘട്ടം എന്തുവാ? അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ആരാധിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. 6-ാം മാസം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ദൈവത്തെ ആരാധിച്ചു എന്നുള്ള ക്രെഡിറ്റ് ഇന്ന് ആർക്കും പോയിട്ടില്ല. അത് സ്നാപകയോഹന്നാന് മാത്രമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഒരൊറ്റ ദിവസം ആരാധിച്ച് നിർത്തിയിട്ടില്ല. സ്നാപകയോഹന്നാന്റെ ആജീവനാന്ത കാലം അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും ഇച്ചിരിയൊക്കെ വളർന്നു കഴിയുമ്പോൾ, ഇച്ചിരി ആരോഗ്യമൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആരാധിപ്പാൻ ഒരു മടിയൊക്കെ തോന്നും. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, നമ്മൾ മടി കൂടാതെ ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം. സംഗീതത്തോടെ, പാട്ടുകളോടെ അവന്റെ സന്നിധിയിൽ വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പാട്ടുകൾ ഉണ്ടാകണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം. ഇന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്, എനിക്ക് സന്തോഷമുണ്ടാകണം. വാടിയ മുഖത്തോടെ, പ്രൈസ് ദി ലോർഡ്, വാടിയ മുഖത്തോടെ ദൈവത്തെ ആരാധിച്ച ഒരാളുണ്ട്. ആരാ? 2 സഹോദരങ്ങൾ. ആദ്യത്തെ ആരാധനയാ കയീനും ഹാബേലും. കയീൻ എന്തുവാ? കൃഷിക്കാരനായിരുന്നു. അവൻ കൃഷിഫലം കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിടയനായിരുന്നു. അതിൽ നിന്നൊരു മുഴുത്തതിനെ കൊണ്ടുവന്ന് ദൈവത്തിന് യാഗം കൊടുത്തു. കയീന്റെ യാഗത്തിൽ പ്രസാദിപ്പാതിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, അവനെപ്പോഴും വാടിയ മുഖമുള്ളവൻ. അവൻ കൊടുത്താലും അവൻ വാടിയ മുഖം. കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുക, ആരാധിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആരാധിക്കുക, പാടണമല്ലോ എന്ന് പറഞ്ഞ് പാടുക, അയ്യോ പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം വായിക്കണമല്ലോ എന്ന് പറഞ്ഞ് വചനം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹാബേലിനെ അനുഗ്രഹിച്ചു, കയീന് അത് ശാപമായി മാറി. സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പിൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം, സന്തോഷത്തോടെ കർത്താവിന് പാടണം, സന്തോഷത്തോടെ അവനെ ആരാധിക്കണം, സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എനിക്കിന്ന് കർത്താവിന്റെ സന്നിധിയിൽ പോയിരിക്കണം. ഒന്ന് 7 മണിയായെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിനോടൊന്ന് പാടാമായിരുന്നു. എനിക്കൊരു 8 മണിയായെങ്കിൽ എൻ്റെ ദൈവത്തോട് എനിക്കൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. ഒന്ന് ഞായറാഴ്ച ആയെങ്കിൽ ആലയത്തിൽ പോയി എൻ്റെ കർത്താവിനെ ഒന്ന് ആരാധിക്കാമായിരുന്നു. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പൻ. ഒരു വേദഭാഗം വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1:29 മുതൽ, യോഹന്നാൻ സ്നാപകന്റെ 29 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ 3 പ്രധാന സാക്ഷ്യങ്ങളെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നാമത്തെ സാക്ഷ്യം യോഹന്നാൻ പറഞ്ഞത് എന്തുവാ? ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നാമത്തെ സാക്ഷ്യം ഇതാണ്. സ്തോത്രം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരുവൻ കർത്താവിലോട്ട് അടുത്തു വരുമ്പോൾ ആദ്യം നടക്കുന്നത് അവന് പാപബോധമുണ്ടാകും.
പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പള്ളിയിൽ പോകാം, ബൈബിൾ ചുമക്കാം, വെള്ള ഉടുപ്പിടാം, ആത്മാവിൽ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലിരിക്കാം. പക്ഷെ പാപബോധം ഉണ്ടായില്ലെങ്കിൽ അത് കുഴപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ നിങ്ങളെക്കുറിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവുകളിൽ ഒന്ന്, എനിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. ഓ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, ഞാൻ പറയുന്നത് തെറ്റാ, ഞാൻ പ്രവർത്തിക്കുന്നത് തെറ്റാ, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല, എന്നെ പുറകോട്ട് വലിക്കുന്നത് എന്തോ എന്നിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോളണം. പരിശുദ്ധാത്മാവ് ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് വിലങ്ങ് തടിയായി നിന്നിട്ട് പറയുക, കുഞ്ഞെ അങ്ങനെ പറയരുത്, കുഞ്ഞെ അങ്ങനെ ചെയ്യരുത്. അത് തമ്പുരാൻ ഇഷ്ടമല്ല, അത് സ്വർഗത്തിന് ചേരുന്ന പ്രവൃത്തിയല്ല. ഇതോ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു കർത്താവിനെ നോക്കിയിട്ട് സ്തോത്രം. പാപമില്ലാത്തവൻ ലോകത്തിന്റെ മുഴുവൻ പാപവും തന്റെ ചുമലിൽ ചുമന്നിട്ട് അവൻ ഏറ്റവും വലിയ പാപിയായി മാറി. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ഒന്നാമത്തെ വെളിപ്പാട്. അതാ യോഹന്നാൻ പറഞ്ഞ ഒന്നാമത്തെ വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സാക്ഷ്യം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് അവന്റെ അടുക്ക വരുമ്പോ എനിക്ക് പാപബോധം ഉണ്ടാകുക. അവന്റെ അടുക്ക വരുമ്പോ എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ഉണർവുണ്ടാവുക. അവന്റെ അടുക്ക വരുമ്പോ ഞാൻ ചെയ്തു പോയ പാപങ്ങള്, ഞാൻ പറഞ്ഞു പോയ പാപങ്ങള് എന്റെ ഓർമ്മയിൽ വരുക. എനിക്ക് കരയാതെ ആ ക്രൂശിലേക്ക് നോക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ മാസത്തിലൊരിക്കൽ മേശ ഒരുക്കുമ്പോഴാണ് നമ്മൾ ആ ക്രൂശിനൊന്ന് കാണുന്നേ. സ്തോത്രം. നമ്മൾ അപ്പോഴാണ് കർത്താവിൻ്റെ ക്രൂശ് മരണം നമ്മൾ ശരിക്കും ഒന്ന് ഓർക്കുന്നേ. അപ്പോഴൊന്നും അല്ല കുഞ്ഞുങ്ങളെ. നമ്മൾ എപ്പോഴൊക്കെ കർത്താവിനോട് അടുത്ത് വരുമോ അപ്പോഴൊക്കെ നമുക്ക് പാപബോധം ഉണ്ടാവണം. ചിലതൊക്കെ പറഞ്ഞ് നമുക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കാം. നമ്മളെല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നവരാ. ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ അറിയാതെ അങ്ങ് കരയും. സ്തോത്രം. കുറേ നേരം നമുക്കെന്ത് പറയണമെന്ന് അറിയത്തില്ല. നമ്മളങ്ങ് എന്തിനായി കരയുന്ന അറിയത്തില്ല, എന്തിനായി കരച്ചിൽ വരുന്ന അതും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ചിലതൊക്കെ കർത്താവ് നമ്മൾ അപ്പോഴും ഓർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലരോട് പറഞ്ഞ വാക്കുകൾ, ചിലരോട് പ്രവർത്തിച്ച രീതികൾ, അതൊക്കെ ഒരു കുറവായിട്ട് അകത്ത് നിൽക്കുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയേച്ച് കർത്താവ് പറയും, കുഞ്ഞേ, ചിലതൊക്കെ നിന്റെ വളർച്ചയ്ക്ക്, നിന്റെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുക. ഓ, പാപബോധം കർത്താവ് നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ, തികട്ടി വരുമ്പോൾ അതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു പറയണം, കർത്താവേ, അരുമനാഥൻ അടുക്കിലേക്ക് വരുവാൻ എന്റെ പാപം ഒരു കുറവായി നിൽക്കുകയാണെങ്കിൽ എന്നോട് സ്വർഗം ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഒന്നാമത്തത് പാപബോധം. രണ്ടാമത്തത് വായിച്ചേ, അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. 32 വാക്യം മുതൽ. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എന്നെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകും എന്ന് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ രണ്ടാമത്തെ സാക്ഷ്യം ഒരാത്മസ്നാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, കർത്താവിന്റെ അടുക്കൽ വരുമ്പോ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞ നിന്റെ പാപത്തിന് വേണ്ടി അവൻ തൂങ്ങുന്നേ. ഒരു പാപബോധം വരണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, പാപബോധം വരണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരുന്ന് 3 പാട്ടും പാടാം, 9 സങ്കീർത്തനവും വായിക്കാം, 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുകയും ചെയ്യും പാപബോധമില്ലാതെ. അതൊക്കെ വലിയ കുറവാ. ആരാധന സന്നിധി ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞ, കർത്താവേ, എൻ്റെ അകൃത്യത്തെ എന്നോട് ക്ഷമിച്ച് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ പാപബോധം വരുത്തും. 2, ആത്മസ്നാനം. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ കർത്താവാ. യോഹന്നാൻ സ്നാപകൻ പറയുക, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നുവോ, സ്തോത്രം, ആരാണോ, സ്തോത്രം, എന്തുവാ, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ആരാ പരിശുദ്ധാത്മാവ് വന്നതും വസിച്ചതും? യേശു കർത്താവ്. യോർദാനിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ വന്ന് വസിക്കുന്നത് ആര് കണ്ടു?
സ്നാപയോഹന്നാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ ആത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറഞ്ഞോളണം, എന്റെ ആത്മസ്നാനം തന്നത് എന്റെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ഒരുപക്ഷെ വെള്ളത്തിലിറക്കി മുക്കിയത് ഏതെങ്കിലും ദൈവദാസനായിരിക്കാം. എന്നാൽ ആത്മാഭിഷേകം തന്ന് ആത്മാവിൽ ആരാധിപ്പിക്കുന്നത്, ആത്മസ്നാനം തരുന്നത് ഉയരത്തിലെ എന്റെ കർത്താവാ. പ്രൈസ് ദി ലോർഡ്. ആത്മസ്നാനം അത് വ്യക്തി തരുന്നതല്ല. ആത്മസ്നാനം അത് ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നതാ. യോഹന്നാൻ സ്നാപകനോട് പറയുക. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുക, ആത്മസ്നാനം അത് കർത്താവ് തരുന്നതാ. 2, നമ്മൾ ആത്മസ്നാനപ്പെടുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറയുക, നമ്മൾ ആത്മസ്നാനം ഉള്ളവരായിരിക്കണം. 3-ാമത്തെ കാര്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 3-ാം അധ്യായത്തിലൂടെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. 3-ാമത്തെ കാര്യം, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ 3 വെളിപ്പാടുകൾ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. 1-ാമത്തത് പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ കണ്ടപ്പോൾ പറയോ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 1, പാപബോധം ഉണ്ടാകുന്നു. 2, ആത്മസ്നാനം. സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആത്മസ്നാനമുള്ള. 3-ാമത്തെ കാര്യം, യോഹന്നാന്റെ ശിഷ്യന്മാര് യേശു കർത്താവ് സ്നാനപ്പെടുത്തുന്നു എന്ന് അറിഞ്ഞപ്പോൾ വന്നിട്ട് യോഹന്നാൻ സ്നാപകനോട് പറയുക, നീ സാക്ഷ്യം പറഞ്ഞവൻ അവിടെ നിന്ന് സ്നാനം കൊടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മാനുഷികമായി ക്ഷീണം ഉണ്ടാകും. നമുക്ക് പെട്ടെന്ന് തോന്നും അതെങ്ങനെ ശരിയാകും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ഇന്നലെ വരെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടന്നയാള് ഇന്ന് യോഹന്നാൻ സ്നാപകനെ വിട്ടേച്ച് വേറൊരിടത്ത് നിന്ന് ആൾക്കാർക്ക് സ്നാനം കൊടുക്കുക. ഇവിടെ വരുന്നതിന് പകരം ഒത്തിരി പേര് അങ്ങോട്ട് പോയി യേശുവിന്റെ കൈക്കീഴിൽ സ്നാനമേക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നീ സാക്ഷ്യം പറഞ്ഞവൻ അവിടെ നിന്ന് സ്നാനപ്പെടുത്തുക. അപ്പൊ യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മീകന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയാമോ? അവൻ വളരണം, ഞാനോ കുറയണം. പ്രൈസ് ദി ലോർഡ്. ഞാനല്ല വളരേണ്ടത്. എന്റെ പ്രശസ്തിയല്ല, എന്റെ പേരല്ല, എന്റെ പദവിയല്ല, എന്റെ പ്രശസ്തിയൊന്നുമല്ല. വളരുന്നത് അവനോ, ഞാൻ കുറയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന മുറിക്കകത്ത് നമ്മൾ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇതാ, കർത്താവേ ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വിളിച്ചു പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ക്രിസ്തുവോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്തുവാ? ക്രിസ്തു അത്രേ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ, കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. എന്നോട് ചേർന്ന് പറഞ്ഞേ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പറ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ആത്മീകന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്നാ, ഞാനല്ല, എന്റെ കർത്താവ് എന്നിൽ വസിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ 3-ാമത്തെ സാക്ഷ്യമാണ്, അവൻ വളരണം, ഞാനോ കുറയണം. അപ്പം നിങ്ങൾ ചോദിക്കും, അവൻ വളരണം ഞാൻ കുറയണമെന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒരിക്കലും വളരത്തില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ വളർന്നിട്ടുണ്ട് മാമേ. അങ്ങനെ പ്രാർത്ഥിച്ചവരൊക്കെ വളർന്നിട്ടുണ്ട്. സ്തോത്രം. കർത്താവേ ഞാൻ എങ്ങനെയും വളർന്നാൽ മതി എന്ന് പറഞ്ഞവരൊന്നും വളർന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ തിരിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ വളർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവേ ഞാൻ കുറയണം, നീ വളരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറയണം, ഞാനല്ല വളരേണ്ടത്. എൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല, എൻ്റെ കുടുംബമോ എൻ്റെ ജോലിയോ എൻ്റെ അറിവോ എൻ്റെ പരിജ്ഞാനമോ ഒന്നുമല്ല. കർത്താവേ നീ എന്നിലൊന്ന് വളർന്നു കണ്ടാ മതിയായിരുന്നു. ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ വളരുന്നത്. ആ ഒരു താഴ്മ നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാധനയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, യു ആർ ഹംബ്ലിങ് യുവർ സെൽഫ്. ദൈവസന്നിധിയിൽ വന്നിട്ട് നിങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചിട്ട് കർത്താവിനോട് പറയുക, കർത്താവേ ഞാനല്ല, നീ എന്നിൽ വളരണം. കർത്താവേ ഞാനല്ല, ഞാൻ അങ്ങയോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഞാൻ അങ്ങയോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഇനി ഞാനല്ല കർത്താവേ, നീയാ എന്നിൽ വസിക്കുന്നേ. 2-ാമത്തെ ഫേസ് അവിടെ തീരുക. ഞാൻ വേഗത്തിൽ വരട്ടെ. 3-ാമത്തെ ഫേസ് നമ്മൾ യോഹന്നാൻ സ്നാപകനെ കാണുന്നത് മത്തായി സുവിശേഷം നമ്മൾ വായിച്ച 11-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. അതിൻ്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ചേ. വരുവാനുള്ളവൻ നീയോ?
ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഇപ്പം സ്നാപകൻ എവിടെ കിടക്കുക? കാരാഗ്രഹത്തിൽ കിടക്കുക. സ്തോത്രം. സാക്ഷ്യം പറയാൻ വന്നവനാ. എങ്ങനെ പ്രാർത്ഥിച്ചതാ? കർത്താവെ നീ വളരണം, ഞാൻ കുറയണം. നിങ്ങളെ ചോദിക്കും, അപ്പം യോഹന്നാൻ സ്നാപകന് വളർച്ചയൊന്നും ഉണ്ടായില്ലേ? അത് നിയോഗമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകന്റെ ജീവിതമായിട്ട് നമുക്കൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ മൂന്നാമത്തെ ഘട്ടം ഇടറിപ്പോയ ഘട്ടമാണ്. ഒന്നാം ഘട്ടത്തിൽ 6-ാം മാസത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തമ്പുരാനെ പാടിയാർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയ, ഉദരത്തിൽ കിടന്ന് തുള്ളി ആത്മസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവനാണ് കുഞ്ഞു യോഹന്നാനെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവൻ ദൈവത്തിന് വഴികാട്ടിയായി അവൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവൻ പറഞ്ഞു, ആത്മസ്നാനം കഴിപ്പിക്കുന്നത് മനുഷ്യനല്ല, അത് സ്വർഗത്തിലെ തമ്പുരാന, അത് അരുമനാഥനായ കർത്താവ്. മൂന്നാമത് അവൻ പറഞ്ഞു, ഞാൻ കുറയണം കർത്താവേ, നീയോ വളരണം. അടുത്ത ഘട്ടം എന്തുവാ? വരുവാനുള്ളവൻ നീയോ അതോ മറ്റാരെങ്കിലും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം? സ്തോത്രം. മറുരൂപ മലയിലെ പത്രോസും യാക്കോബും യോഹന്നാനും യേശു കർത്താവുമായി പ്രാർത്ഥിപ്പാൻ കയറിപ്പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറി. സാധാരണ പലയിടത്തും ഇവരെ കൂട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് പ്രാർത്ഥിച്ചപ്പം അവിടുത്തെ രൂപവും ഭാവവും ഒക്കെ അങ്ങ് മാറി. യേശു കർത്താവിൻ്റെ രൂപം മാറി, തേജോമയനായി. മേഘം പ്രൈസലോട് മഹത്വം വാരി ഉടുത്ത് എൻ്റെ കർത്താവ് നിൽക്കുക. ഒരു ഭാഗത്ത് ഏലിയാവ്, മറുഭാഗത്ത് മോശ നിന്ന് സംഭാഷിക്കുക. പ്രൈസലോട് സ്തോത്രം. ഇത് കണ്ടിട്ട് പത്രോസിന് ഇറങ്ങണമെന്നില്ല. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ ഒരു 3 കൂടാരം തീർക്കാം, നീ പൈസയൊന്നും തരണ്ട, പണ്ട് അധ്വാനിച്ച പൈസയൊക്കെ ബാങ്ക് കടപ്പുണ്ട്, അതുകൊണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു 3 കുടിലങ്ങ് തീർക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. പൊടുന്നനെ മോശയും ഏലിയാവും അപ്രത്യക്ഷമായി, യേശു കർത്താവ് മാത്രം നിൽക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇവിടെ നിന്ന് താഴോട്ട് പോണ്ട, എനിക്ക് ഈ ആത്മസാന്നിധ്യത്തിൽ ഒന്നിരുന്നാ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എനിക്ക് അങ്ങയുടെ സന്നിധി വിട്ട് എനിക്ക് പോണ്ട. യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ അഡ്രസ്സൊന്നുമില്ല. ആദ്യം മലയെടുത്തതാരാ? എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഒരു പ്രതികൂലം വരുമ്പോഴാണ് ചോദ്യങ്ങൾ വരുന്നേ. അപ്പൊ ചോദിക്കും, പിന്നെ നീ ആരാധിച്ചത് എന്തുവാ? നീ ഇത്ര നാൾ പ്രാർത്ഥിച്ചത് എന്തുവാ? ഇത്ര നാൾ വചനം വായിച്ചത് എന്തുവാ? ഇത്ര നാൾ കൂട്ടായ്മ കൂടിയത് എന്തുവാ? ഒരു ഞെരുക്കം നിന്റെ മേൽ കൊണ്ടിടുന്നത് പ്രൈസ് ദി ലോർഡ് നിന്നെ സംശയം ഉളവാക്കാനായിട്ടാ. അപ്പൊ ഇടറരുത്. ഇടറാതെ നിൽക്കണമെങ്കിലേ സ്തോത്രം. കർത്താവ് തന്നെ പറയുക, സ്തോത്രം. ഇവിടെ ഇപ്പൊ ഈ യോഹന്നാൻ സ്നാപകൻ നിൽക്കുന്നത് കാരാഗൃഹത്തിനകത്താ. അന്ന് രാജ്യം ഭരിക്കുന്നത് ഹെരോദാവ് അന്തിപ്പാസ് ആണ്. ഹെരോദാവിൻ്റെ സഹോദരനായ ഹെരോദാവ് ഫിലിപ്പിൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് ഏറ്റുകൊണ്ട്, തൻ്റെ ഭാര്യയെ കളഞ്ഞേച്ച് ഹെരോദാവ് ഫിലിപ്പിൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു വികൃതമായൊരു ജീവിതം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ അതിനെ നോക്കിയിട്ട് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞു. അത് ഇഷ്ടപ്പെടാത്ത ഹെരോദാവ് അന്തിപ്പാസ് യോഹന്നാൻ സ്നാപകനെ പിടിച്ച് ജയിലിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഹെരോദിയാണ് അവളുടെ പേര്. ജയിലിലാക്കി. അവിടെ കിടന്ന് ഇപ്പൊ എവിടെ കിടക്കുക? കാരാഗൃഹത്തിൽ കിടക്കുക. ഇവിടെ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുമെന്ന് അറിയത്തില്ല. നാളെ പുറത്തിറങ്ങിയാൽ തനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അതോ ഇവിടെ വെച്ച് കൊന്നുകളയുമോ എന്ന് അറിയത്തില്ല. 4 വശവും അടച്ചു മൂടപ്പെട്ട അവസ്ഥയിൽ ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പ്രൈസ് ദി ലോർഡ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ യോഹന്നാൻ ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? പ്രൈസ് ദി ലോർഡ്. എല്ലാം അടച്ചു മൂടി അടുത്തൊരടി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, കർത്താവേ വല്ലതും നടക്കുമോ? ഈ പാട്ടും പ്രാർത്ഥനയും കൊണ്ടൊക്കെ നടക്കുമോ? സ്തോത്രം. 2 കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞു നിർത്താം. ഒന്ന്, ഇയ്യോബിന് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ വന്നിട്ടൊരു കാര്യം പറഞ്ഞു. എന്തുവാ പറഞ്ഞേ? നീ ദൈവത്തെ ശപിച്ചേച്ച് വിശ്വാസം വിട്ടുകള. 1ഉം 2ഉം ആണോ? 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത. സഹിക്കുമോ? ഇത്രയൊക്കെ ഉണ്ടായിരുന്ന വീട്ടിലെ സഹോദരി ഈ പറയുന്നേ. ഇന്നലെ വരെ
പരിചാരകരുടെ എണ്ണം എണ്ണിയാ തീരത്തില്ല. ഇങ്ങോട്ട് തിരിഞ്ഞ് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടകങ്ങളുടെ എണ്ണം തീർന്നില്ല. 3000-ന്റെ എണ്ണം അറിയാലോ. 10 ഇവിടെ നിറഞ്ഞു നിന്നാൽ ഈ റൂമൊക്കെ അങ്ങ് നിറഞ്ഞു പോകും. 3000 എണ്ണം ഒന്ന് എണ്ണി നോക്കിയേ. ഈ 500 ഏർക്കാള, 500 പെൺകഴുത. സ്തോത്രം. ഒരു ഭയങ്കര ഒരു നീണ്ട നിരയുള്ള ഭയങ്കര സമ്പത്തിന്റെ ഉടമയായ ഈ സ്ത്രീ തന്റെ ഭർത്താവിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തനിക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം യോബിനോട് പറയുക, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ശപിച്ചേച്ച് നീ അങ്ങ് വിട്ടുകള. നമ്മൾ പറയും, എന്നാലും ഈ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? സ്തോത്രം. അവക്കതേ അറിയത്തുള്ളൂ. നന്മ അനുഭവിച്ചവൾ. യോബിൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. എന്തുവാ അത്? ദൈവം നമുക്ക് നന്മ തന്നു, നീ അനുഭവിച്ചു. തിന്മ തന്നാലും നമ്മൾ അനുഭവിക്കണ്ടേ? സ്തോത്രം. ദൈവം നന്മ തന്നു, നമ്മൾ അനുഭവിച്ചില്ലേ? ഇഷ്ടംപോലെ തന്നില്ലേ? 7000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുത, 7 പുത്രന്മാര്, 3 പുത്രിമാര്. എന്തുവാ വേണ്ടേ? ഇതൊക്കെ തന്നില്ലേ? ഇപ്പൊ ഒന്നുമില്ലാതെ പ്രൈസ് ദി ലോർഡ് വെറും കൈയായി നിൽക്കുക. എന്നിട്ട് യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ പറയുന്നവൻ കൃപയുള്ളവനാ. അവനെ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു തട്ടുകേട് വരുമ്പോ പാട്ടുമില്ല, പ്രാർത്ഥനയുമില്ല. ഞാൻ കർത്താവിനോട് ഇതുവല്ലേ പറഞ്ഞത്, എനിക്കിത് തന്നില്ലല്ലോ, ഇനി ഞാൻ ബൈബിളും വായിക്കത്തില്ല, ഇനി ഞാൻ പള്ളിയിലും പോകത്തില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. സ്തോത്രം. നീ അവിടെ തന്നെ ഇരിക്കും. ദൈവം തന്നു, ദൈവം എടുത്തു. സ്തോത്രം. ദൈവം എനിക്ക് ഇന്നലകളിൽ 7000 ഒട്ടകത്തെ ആടുകളെയും 3000 ആടിനെയും പ്രൈസ് ഒട്ടകത്തെയും 500 ഏർക്കാളയും 500 പെൺകഴുതയും 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം വിശ്വസ്തനാ. അവൻ ഇനിയും തരുവാൻ ശക്തനാ. പൗലോസ് പറഞ്ഞു, സ്തോത്രം, ഞാൻ നല്ലപോലെ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എവിടെ കടന്ന് പറഞ്ഞെന്നറിയാമോ? കാരാഗ്രഹത്തിൽ കടന്ന് പറയുക. കൊല്ലാൻ കൊണ്ടിട്ടിരിക്കുക റോമിലെ. അവിടെ ഒരു തിമത്തിയോസിന് ലേഖനം എഴുതിയിട്ട് പറയും, മോനെ തിമത്തിയോസെ, നിന്റെ കൃപ നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ നല്ല പോർ പൊരുതി. എനിക്കറിയാം വാർദ്ധക്യവും നരയും ബാധിച്ചിരിക്കുക. ഏത് സമയത്തും ഇവരെൻ്റെ തലവെട്ടും, ഏത് സമയത്തും ഇവരെന്നെ കൊന്നുകളയും. എന്നാൽ എനിക്ക് ഭയമില്ല. ഞാൻ നല്ല ഓട്ടം ഓടി ഞാൻ തികച്ചിരിക്കുക. അതുകൊണ്ട് നീ നിന്റെ വിശ്വാസം ത്യജിച്ചു കളയരുത്. തമ്പുരാനിൽ ഉറക്കെ പിടിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിച്ചവൻ അവൻ നല്ലവനാ, അവൻ വിശ്വസ്തനാ, അവൻ എൻ്റെ ഉപനിധിയാ, അവൻ എന്നെ കൈവിടാത്ത കർത്താവാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ചോദിച്ചു, വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? കർത്താവ് പറഞ്ഞു, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇടർച്ച വരും. സ്തോത്രം. ഇടർച്ച വരും. എന്നാൽ ഇടറാതെ നിൽക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളെ വീട്ടിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മളെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മകൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇടറിപ്പോയി. എവിടെ ഇടർന്ന് അറിയാമോ? കർത്താവില ഇടർന്നേ. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞു, എങ്കിൽ ഇടറാത്തവൻ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചവൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇന്നലെ വരെ ആരാധിച്ചവൻ ഇന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വരെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ഉപവസിച്ചവർക്ക് ഇന്ന് ഉപവസിക്കാൻ തോന്നുന്നില്ല. കാര്യമെന്തോ? എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവുമില്ലല്ലോ. വിഷയങ്ങൾക്ക് ഒരു മറുപടിയും വരുന്നില്ലല്ലോ. തമ്പുരാൻ പറയുക, കുഞ്ഞെ വെളുപ്പിയാതെ, പ്രൈസ് ദി ലോർഡ്, നീ വിട്ടുകളയാതെ ദൈവത്തിൽ താണിരുന്നാൽ തമ്പുരാൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സമയത്തിനായി നീ ഒന്ന് കാത്തിരിക്കുക. ഇടറാത്തവൻ ഭാഗ്യവാൻ. അവന് വേണ്ടി തമ്പുരാൻ ചിലത് ചെയ്യും. ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവ് ചെയ്യുവാൻ വൻ കാര്യങ്ങളുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ്. എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. പലപ്പോഴും വിഷയങ്ങൾ വരുമ്പോൾ, വിഷയങ്ങൾ നമ്മെ ക്ഷീണിപ്പിച്ച് കളയുമ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസം നമ്മൾ ഇടറിപ്പോകാറുണ്ട്. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ വചനം പറയുക, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. കർത്താവേ, ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷയങ്ങൾ എന്നെ തളർത്തിയപ്പോൾ ഞാൻ പലപ്പോഴും ഇടറിപ്പോയി. എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തിപ്പോയി, എൻ്റെ ആരാധന കുറച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, കർത്താവേ, ഞാനൊരു മടങ്ങി വരവിന് റെഡിയാ. കർത്താവേ, അധികം ആരാധിപ്പാൻ, അധികം പ്രാർത്ഥിപ്പാൻ. ഗ്ലോറി ടു ഗോഡ്. എല്ലാവരും ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവെ, അല്പമല്ലാത്ത രീതിയിലെങ്കിലും ചില സമയങ്ങളിൽ ഞങ്ങളുടെ ആത്മീയതയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ആരാധനയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, വിശ്വാസത്തിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം പറയുക, പ്രൈസ് ദി ലോർഡ്, എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. കാരകത്തിൽ കടക്കുന്ന യോഹന്നാൻ സ്നാപകന് ഇനി ഒരു മറുപടി ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയുമോ എന്ന് അറിയത്തില്ല. ഇനി തൻ്റെ ഭാവി എന്താകുമെന്ന് അറിയത്തില്ല. കർത്താവ് പറയുക, നീ കിടക്കുന്നത് കാരകത്തിലാണെങ്കിലും അതിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ എന്റെ തമ്പുരാൻ ശക്തനാ. എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ.
ദൈവത്തോടൊരു വാക്കിലൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇടറാതെ നിൽക്കാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വൈതരണിൽ കടന്നു വരുമ്പോൾ, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ, കർത്താവ് ഇടറിപ്പോകാതെ നിൽപ്പാൻ നീ എനിക്ക് ബലം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. ഞങ്ങളെ പ്രാർത്ഥനകൾ കുറഞ്ഞു പോകാതെ, ആരാധന കുറഞ്ഞു പോകാതെ, കൂട്ടായ്മ കുറഞ്ഞു പോകാതെ, യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ആരാധനകൾ കുറയ്ക്കുന്നതായി തീരരുതപ്പ. ഞങ്ങളുടെ ആരാധനയുടെ അളവ് വർദ്ധിക്കുന്നതായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ കുറവ് കർത്തുന്നതായിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.